നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികൾക്ക് സ്വയം തീ കൊളുത്താനും പദ്ധതി ഉണ്ടായിരുന്നതായ സൂചന. ഡൽഹി പോലീസിന് പ്രതികൾ ഇത് സംബന്ധിച്ച് മൊഴി നൽകിയതായാണ് വിവരം. കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്ക്, ഈ ആക്രമണത്തിന്റെ അന്വേഷണത്തിലേക്ക് പ്രാഥമികമായി കടക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായി ഒന്ന് പേടിപ്പിക്കണം എന്ന് മാത്രമാണ് വിചാരിച്ചത് എന്ന രീതിയിലുള്ള വിശദീകരണമായിരുന്നല്ലോ ഈ പ്രതികൾ നൽകിയത്. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറമായി സ്വയം തീ കൊളുത്താൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവരുടെ മൊഴി സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാടുകൾ ഈ പ്രതികൾ വ്യക്തമാക്കുന്നത്. അതനുസരിച്ച് ഈ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് മറ്റു ചില പദ്ധതികൾ കൂടി തങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞു എന്ന വിവരം ലഭിക്കുന്നത്. പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് പ്ലാൻ ബി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അത് അനുസരിച്ച് സ്വയം തീ കൊളുത്തുന്ന വിധത്തിൽ ഒരു പദ്ധതിയാണ് തങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ശരീരത്തിൽ പൊള്ളലേൽക്കാത്ത വിധത്തിലുള്ള ചില ജെല്ലുകൾക്ക് സമാനമായിട്ടുള്ള ചില രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമവും തങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് ഈ പ്രതികൾ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാനായി സാധിക്കുന്നത്. ഡൽഹി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴി പ്രതികൾ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ പ്രതികൾ ഈ വിധത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസ് പ്രതീക്ഷിക്കുന്ന വിധത്തിലേക്ക് ഈ കേസിന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം എത്തുന്നില്ല. ഇതാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെടുന്ന ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പ്രതികൾ നൽകുന്ന മൊഴികളിൽ നിന്നും പോലീസ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ പ്രതികളായിട്ടുള്ള ആളുകളുടെ ഫോണുകൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘടകമായി മാറുന്നു. ലളിത് ഷാ തന്നെയാണ് ഈ വിധത്തിൽ ഫോണുകൾ നശിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അയാളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രതികളുമായി ബന്ധപ്പെടുന്ന വിധത്തിലുള്ള അന്വേഷണത്തെ കൂടി ബാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാൻ ലളിത് ഷായ്ക്ക് സാധിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഈ കേസിൽ നിന്ന് ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇയാളുടെ അല്പസമയത്തിനകം ഇയാളെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. ഇയാൾ മഹേഷ് കുമാവത്ത് എന്ന ആളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് രാധാകൃഷ്ണനാണ്. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതികളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. സ്വയം തീ കൊളുത്തി മരിക്കാനുള്ളതടക്കമുള്ള ആസൂത്രിതമായ പദ്ധതിയുമായാണ് പ്രതികൾ പാർലമെന്റിലെത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. കോഴിക്കോടും കോവിഡ് മരണം എന്ന വാർത്ത വരുന്നുണ്ട്. വട്ടോളി കളിയാട്ടുപറമ്പത്ത് കുമാരൻ 74 വയസ്സുള്ള കുമാരൻ എന്ന വ്യക്തിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു മരണം. ഈ മരണം കോവിഡ് മൂലമാണെന്ന സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ ഗാന്ധിനഗറിൽ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച ഒരാൾ മരിച്ചു. CNGയിൽ ഓടുന്ന ഓട്ടോയ്ക്കാണ് തീപിടിച്ചത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ CNG ഓട്ടോയാണ്. ഏത് രീതിയിലാണ് ഈ അപകടം സംഭവിച്ചതെന്നതിനെ കുറിച്ച് വിശദാംശങ്ങൾ ലഭ്യമാണോ? ക്രിസ്റ്റിന, നമ്മളിപ്പോൾ ഉള്ളത് ഈ തൃശ്ശൂർ പെരിങ്ങാവ് ഗാന്ധിനഗറിലാണ്. ഇവിടെയാണ് ഈ ഓട്ടോയ്ക്ക് തീപിടിച്ച ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ആത്മഹത്യ എന്നൊരു സൂചന വരുന്നുണ്ട്. പക്ഷെ അതിൽ ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം കൃത്യമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഇതൊരു CNG ഓട്ടോയാണ്. പക്ഷേ ഈ സമയം, അതായത് ഈ തീപിടുത്തത്തിന് തൊട്ട് മുൻപ് ഈ ഡ്രൈവർ എന്ന് കരുതുന്നയാൾ ഈ പെട്രോൾ കയ്യിൽ കരുതിയിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ നൽകുന്ന ഒരു സൂചന. അതിൽ നിന്നാണ് പോലീസ് ഇത് ആത്മഹത്യയാകാം എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഈ തീ കത്തുണ്ടാകുന്നത് 2 മണിയോട് കൂടിയാണ് ഈ ഓട്ടോയ്ക്ക് തീ പിടിക്കുന്നത്. പിന്നാലെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. പക്ഷേ ഇപ്പോഴും ഈ കത്തിക്കരിഞ്ഞ മൃതദേഹം ഈ ഓട്ടോയ്ക്കകത്ത് തന്നെയാണുള്ളത്. കാരണം മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ്. പോലീസ് ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് അടക്കം കടന്നിരിക്കുകയാണ്. കാരണം ഇത് ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. പെരിങ്ങാവ് സ്വദേശിയായിട്ടുള്ള പ്രമോദ് എന്നയാളാണ് ഈ മരണപ്പെട്ടത് എന്നൊരു സൂചന ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായെല്ലാം പോലീസ്
പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും ഇവിടെ എത്തി ഓട്ടോ അദ്ദേഹം ഓടിച്ചിരുന്നു എന്ന് സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിന്റെ ആണ് എന്ന തരത്തിലുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. എന്തായാലും 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് തീപിടുത്തമാണ് എന്ന് കരുതി, പക്ഷേ പിന്നീട് തീ അണയ്ക്കുന്ന വേളയിലാണ് ഇതൊരു ആത്മഹത്യയാകാം എന്ന നിഗമനത്തിലേക്കെല്ലാം പോലീസ് എത്തുന്നത്. ആദ്യം ഇദ്ദേഹം ഇവിടെ എത്തി ഓട്ടോ പാർക്ക് ചെയ്തതിനു ശേഷം അതിനകത്ത് വിശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്നവരും. പിന്നാലെ ഇദ്ദേഹം കയ്യിൽ കരുതിയ പെട്രോൾ ഉപയോഗിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും വിശദമായ മൊഴി, അതായത് ഈ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇത് ആത്മഹത്യയാണോ എന്നതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ആത്മഹത്യ എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ കാണുന്ന പോലെ മൃതദേഹം ഇപ്പോഴും ഈ ഓട്ടോക്കകത്ത് കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും ആ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളിലേക്ക് പോവുക. അതിനുശേഷം മാത്രമായിരിക്കും എന്തായാലും ഈ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളിലേക്ക് പോവുക. പെരിങ്ങാവ് സ്വദേശിയായിട്ടുള്ള പ്രമോദ് എന്ന വ്യക്തിയാണ് മരണപ്പെട്ടത് എന്നുള്ള സൂചനകളാണ് പോലീസിന് ലഭിക്കുന്നത്. ക്രിസ്റ്റീന. സൂരജ്, ഈ പ്രമോദ് എന്നയാളാണ് മരിച്ചത് എന്നുള്ള സൂചനകളുണ്ട്. ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനമുണ്ട്. ഇയാളുടെ സുഹൃത്ത് എന്ന് കരുതുന്നവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളെങ്കിലും അവർക്ക് നൽകാനായിട്ടുണ്ടോ? അത്തരത്തിൽ തന്നെയാണ് ഈ സൂചനകളെല്ലാം ഉള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയെങ്കിലും അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം സുഹൃത്തും വ്യക്തമാക്കിയത് അത് തന്നെയാണ്. ഇദ്ദേഹമാണ്, ഈ പ്രമോദാണ് എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. ആ സുഹൃത്ത് ഉൾപ്പെടെ പറഞ്ഞതിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഭാര്യയുടെ പേരിലാണ് ഈ ഓട്ടോ ഉള്ളത്. KL8C A3474 അതാണ് ഈ ഓട്ടോയുടെ നമ്പർ. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെത്തി ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉൾപ്പെടെ പ്രാഥമികമായി പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്ന് ഇദ്ദേഹമാണ് എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് നിലവിൽ ഉറപ്പിക്കാൻ കഴിയുന്ന സൂചനകളായി ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും ഈ ഭാര്യയോടും വിവരങ്ങൾ തേടിയിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം ഈ മരിച്ചത് പ്രമോദാണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ മൃതദേഹം പുറത്തെടുക്കുക. നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് ഫോറൻസിക് വിഭാഗത്തിന്റെ ഫോറൻസിക് യൂണിറ്റ് അടക്കം എത്തിയിട്ടുണ്ട്. വിശദമായ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കും ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഫോറൻസിക് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ മരണപ്പെട്ട ആളെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഈ ഒരു അപകടം അതിന്റെ നടുക്കത്തിൽ തന്നെയാണുള്ളത്. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു. പെട്ടെന്ന് ഒരാൾ ഇവിടെ ഓട്ടോയുമായി എത്തുന്നു. ഒരു 2 മണിയോടടുത്ത് ഈ ഓട്ടോ ഒതുക്കുന്നു. അതിനകത്ത് അയാൾ വിശ്രമിക്കുന്നതിനിടയിലാണ് കയ്യിൽ കരുതിയ പെട്രോൾ എന്ന് കരുതുന്ന ഒരു വസ്തു ഉപയോഗിച്ച് ഓട്ടോയ്ക്ക് തീയിടുന്നതായ ഒരു സംശയം എന്തായാലും തോന്നുന്ന ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അന്വേഷണമെല്ലാം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. ക്രിസ്റ്റീന. ശരി. തൃശൂർ ഗാന്ധിനഗറിൽ ഓട്ടോയിൽ ഒരാൾ മരിച്ച നിലയിൽ, കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം. ഇത് ഒരു ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ഫോറൻസിക് സംഘമടക്കം അവിടെ എത്തി പരിശോധനകൾ നടത്താൻ സജ്ജമായിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറിനെയും മുൻ മാനേജർ ബിജു കരീമിനെയും മാപ്പുസാക്ഷികളാക്കി. സ്വമേധയാ മാപ്പുസാക്ഷികളാകുന്നുവെന്ന് ഇരുവരും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കേസ് ഈ മാസം 21 മാറ്റി. വിവരങ്ങളുമായി വിനീത VG ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിനീത, ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും മുൻ മാനേജരും മാപ്പുസാക്ഷികളാകുന്നു, സ്വമേധയാ മാപ്പുസാക്ഷികളാകുന്നു എന്ന സത്യവാങ്മൂലം നൽകുന്നു. എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഈ ഒരു നീക്കം ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ? തീർച്ചയായും ക്രിസ്റ്റീന, ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. കാരണം ED സംബന്ധിച്ചിടത്തോളം ഈ കരുവന്നൂരിൽ നടന്ന തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ തേടുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിലെ 33, 34 പ്രതികളെ മാപ്പുസാക്ഷികളാക്കിയിരിക്കുന്നത്. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറും അതോടൊപ്പം തന്നെ മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പുസാക്ഷികൾ. സ്വമേധയാ മാപ്പുസാക്ഷികളാകുന്നുവെന്നാണ് ഇരുവരും കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇരുവരും കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാപ്പുസാക്ഷികളായിട്ടുള്ള 2 പേരെയും കോടതിയിൽ നിന്ന് ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈ കേസ് ഇനി വീണ്ടും 21 മാറ്റിയിരിക്കുകയാണ്. 21 കേസ് വീണ്ടും പരിഗണിക്കാം. ക്രിസ്റ്റീന. ശരി. വിനീത വിജയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പരസ്പരം ആവർത്തിച്ച് വെല്ലുവിളിച്ച് SFIയും ഗവർണറും തുടരുന്നതിനിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ കനത്ത പോലീസ് സുരക്ഷ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പസിലെത്തി SFI നേതാക്കളുമായി ചർച്ച നടത്തി. 500-ലധികം പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. വൈകിട്ട് 6:45 ഗവർണർ എത്തുന്നത്. SFIയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ ഒരുക്കിയിരുന്ന താമസ സൗകര്യം സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് ഗവർണർ മാറ്റിയത്.
3 ദിവസവും സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കുമെന്നാണ് ഗവർണറുടെ മുന്നറിയിപ്പ്. ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് SFI നേതാക്കളും ആവർത്തിക്കുകയാണ്. പ്രവർത്തകരിൽ പലരും കറുത്ത വസ്ത്രം അണിഞ്ഞാണ് ക്യാമ്പസിൽ എത്തുന്നത്. ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമാണ് ഗവർണർക്കെതിരെ ഉണ്ടാവുക എന്നതാണ് നേതാക്കൾ പറയുന്നത്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കലും സമീർ ബിൻ കരീമും ചേരുകയാണ്. ആദ്യം അരുൺ പാറയ്ക്കലിലേക്ക്. അരുൺ, എത്രത്തോളം സജ്ജമാണ്? കാരണം ഈ വിഷയത്തിൽ ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമാണ് നടത്തുന്നത്, ഗവർണർ ഒട്ടും പിന്നോട്ടില്ല, താൻ പങ്കെടുക്കേണ്ട കാര്യങ്ങളിൽ പങ്കെടുക്കും, അവിടെ താമസിക്കാനുള്ള ദിവസങ്ങളിൽ താമസിക്കുമെന്ന് ഗവർണറും പറയുന്നു. ഏത് രീതിയിൽ സജ്ജമാണ് സുരക്ഷാ സൗകര്യങ്ങൾ അവിടെ? ക്രിസ്റ്റീന, ഏതായാലും SFI ക്യാമ്പസിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഗവർണറെ കാലുകുത്തിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടെ ഇവിടേക്ക് എന്ത് വില കൊടുത്തും ഈ സർവകലാശാല ക്യാമ്പസ് ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഗവർണറുമുള്ളത്. വേണ്ടി വന്നാൽ പ്രതിഷേധക്കാർക്കിടയിലേക്ക് കാറിൽ നിന്ന് ഇറങ്ങാനും മടിക്കില്ല എന്ന് ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിലാണ് ശക്തമായ പോലീസ് സുരക്ഷയാണ്. മലപ്പുറം SP എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പോലീസ് സന്നാഹമാണ് സർവകലാശാലയിൽ ഉടനീളം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 500-ലധികം പോലീസുകാരെ ഇപ്പോൾ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഉച്ചയോടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഗവർണർക്ക് ധാർഷ്ട്യമാണ്, അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോയാൽ SFI പ്രതിഷേധം കടുപ്പിക്കുമെന്ന ഒരു നിലപാട് തന്നെയാണ് SFI സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഗസ്റ്റ് ഹൗസിന് തൊട്ടുപുറകിലുള്ള മെൻസ് ഹോസ്റ്റലിലാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയും SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കൾ താമസിച്ചിരുന്നത്. കൃത്യമായ ആസൂത്രണം ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കൃത്യമായ ആസൂത്രണം SFI നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമ്പസിലുടനീളം കറുത്ത ബാനറുകൾ, സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്നടക്കമുള്ള കറുത്ത ബാനറുകൾ ക്യാമ്പസിലുടനീളം ഇന്ന് രാവിലെ മുതൽ തന്നെ SFI ഉയർത്തിയിരുന്നു. എന്തായാലും ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് SFI പ്രതികരിക്കുന്നത്. ഒട്ടും പുറകോട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് ഗവർണറുമുള്ളത്. എന്ത് വില കൊടുത്തും ഇന്ന് ഇവിടെ തന്നെ താമസിക്കും. അങ്ങനെ പ്രതിഷേധക്കാരെ വകവെച്ച് അവരെ പേടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടുന്ന ശീലം തനിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഗവർണറുള്ളത്. എന്തായാലും പോലീസ് ശക്തമായ സുരക്ഷ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഗവർണർ 6:45 തന്നെ ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം 6:15 കാലിക്കറ്റ് എയർപോർട്ടിലെത്തും. 5 മിനിറ്റിന് ശേഷം എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങും. 6:45 ഇവിടേക്ക് സർവകലാശാലയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും SFIയുടെ പ്രതിഷേധം കനക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി കൂടുതൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ്, ഗവർണർക്ക് ഗോ ബാക്ക് വിളിക്കാനാണ് SFIയുടെ ഒരു തീരുമാനമുള്ളത്. കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് പ്രവർത്തകരിൽ പലരും ഇവിടേക്ക് ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. SFIയുടെ സംസ്ഥാന നേതാക്കളോട് ഇതേക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം PH ഹസൻ മുബാറക് ഉൾപ്പെടെയുള്ളവർ കറുത്ത ഷർട്ടാണ് അണിഞ്ഞിരിക്കുന്നത്. ഇതേക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് തങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എല്ലാം യാദൃച്ഛികമാണ് എന്നതാണ് പറയുന്നത്. എന്നാലും ഈ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് സുരക്ഷ കൂടുതൽ വിന്യസിക്കുന്നു. ഇപ്പോൾ ജലപീരങ്കി ഉൾപ്പെടെയുള്ളവ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവേശന കവാടത്തിൽ കൂടുതൽ ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. മെയിൻ പ്രവേശന കവാടത്തിൽ പ്രവേശനമൊക്കെ പരിമിതപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസ് കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ വിന്യസിക്കുന്നു. പ്രതിഷേധം ശക്തമാവുമെന്നാണ് നമുക്ക് ഈ സർവകലാശാലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFI പ്രവർത്തകർ കൃത്യമായ ആസൂത്രണത്തോടുകൂടി പ്രതിഷേധത്തിന് പദ്ധതിയിടുന്നു. ഗവർണർ 6:45 ഇവിടേക്ക് എത്തിച്ചേരും. ക്രിസ്റ്റീന. ശരി, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ വിഷയത്തിൽ കടുത്ത സുരക്ഷയാണ്. 500ഓളം പോലീസുകാരെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. ഗവർണറെ തടയുമെന്ന SFI നിലപാട് CPIM അറിഞ്ഞിട്ടാണോ എന്നാണ് കേന്ദ്രമന്ത്രി ചോദിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഗവർണർ അവിടെ എത്തുന്നത്. ശ്രീനാരായണ ഗുരുവിനെതിരെ CPIM എന്തുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി ചോദിക്കുന്നു. SFIയുടെ ബാനർ എന്തുകൊണ്ട് പോലീസ് സർവകലാശാല നീക്കുന്നില്ല? സർവകലാശാലയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളവരുടെ അറിവോടെയാണ് ബാനർ സ്ഥാപിച്ചത് തുടങ്ങിയ ആരോപണങ്ങളും കേന്ദ്രമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങളോട് കടുത്ത അവഗണനയെന്ന് പരാതി. ജിംനാസ്റ്റിക്സ് താരങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിലും വേദിയിലെത്തിക്കുന്നതിലുമാണ് വീഴ്ച. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 എത്തിയ സംഘത്തിന് ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് താമസ സൗകര്യം ലഭിച്ചത്. ഹോട്ടലിൽ നിന്ന് കായിക താരങ്ങൾ സ്റ്റേഡിയത്തിലെത്തിയത് ഓട്ടോയിലും ടാക്സിയിലുമാണ്. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്.
നിതിൻ, ഈ മത്സരത്തോട് അനുബന്ധിച്ച് മിനിമം വിശ്രമം എന്നൊക്കെ പറയുന്നത് എല്ലാ കായിക താരങ്ങൾക്കും ആവശ്യമാണല്ലോ. മിനിമം വിശ്രമം, അതേപോലെ തന്നെ ആ കായിക ഇനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള ഒരു വാമപ്പ്, ഇതൊക്കെയാണല്ലോ അവരുടെ ഒരു പ്രകടനത്തെ ഏറ്റവും അധികം സഹായിക്കുന്നത്. മാത്രമല്ല ഇവരിൽ പലരും ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവർ, പല അസുഖങ്ങൾക്ക് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകാം, പ്രത്യേക ഭക്ഷണ രീതി ഉള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടത്ര താമസ സൗകര്യമോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കി നൽകാനാകുന്നില്ല എന്ന് തന്നെയാണോ ഇവരുടെ പരാതി? ക്രിസ്റ്റീന, അങ്ങനെ തന്നെയാണ് പരാതി. കാരണം ഇന്നലെ ഡൽഹിയിലെത്തിയ കായിക താരങ്ങൾ നേരിട്ടത് കടുത്ത അവഗണനയാണ്. കാരണം ഉച്ചയ്ക്ക് 12:30 ഡൽഹിയിലെത്തിയ കായിക താരങ്ങൾ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ ഹോട്ടലിലേക്ക് പോകാൻ കാത്തിരിക്കുമ്പോഴാണ് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹോട്ടലിലേക്കുള്ള ബസ് എത്തിയത്. അതും ഈ രാത്രി ഡൽഹിയിലെ തണുപ്പിൽ കായിക താരങ്ങളെല്ലാം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കായിക താരങ്ങൾക്കൊപ്പമാണ്, ഈ കായിക താരങ്ങളെല്ലാം ഡൽഹിയിലെ തണുപ്പിൽ തെരുവിൽ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 3 മണിയോടെ തന്നെ ബസ് എത്തി. പിന്നീട് കൃത്യമായ ഒരു വിശ്രമമില്ലാതെ രാവിലെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് വരാൻ നിന്നു. പക്ഷേ പിന്നീട് ഏതാണ്ട് കിലോമീറ്ററോളം നടന്ന ശേഷമാണ് കായിക താരങ്ങൾ സ്വന്തം നിലയിൽ ഓട്ടോയിലും അതോടൊപ്പം തന്നെ ടാക്സിയിലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ ആശങ്ക ഈ കായിക താരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം കൃത്യമായി വിശ്രമമില്ലാതെ, കൃത്യമായ ഭക്ഷണം പോലും ലഭിക്കാതെ എങ്ങനെ കായിക താരങ്ങൾക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. നേരത്തെ ഇവരുടെ ഒഫീഷ്യൽസുമായി സംസാരിച്ചിരുന്നു. അവരടക്കം വലിയ ആശങ്കകൾ പങ്കുവച്ചു. കാരണം 63 കായിക താരങ്ങളും എയർ ഒഫീഷ്യൽസുമായി വന്നവർക്ക് ഇത്തരം ഒരു കടുത്ത അവഗണന നേരിട്ടു. വലിയ ആശങ്ക ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ കായിക താരങ്ങളോട് തന്നെ ചോദിക്കാം, ഇനിയിപ്പോൾ മത്സരിക്കാൻ പോവുകയാണ്, കൃത്യമായി വിശ്രമം കിട്ടിയിരുന്നോ? ഇല്ല, സത്യം പറഞ്ഞാൽ വിശ്രമം എന്ന് പറയാൻ ഒന്നും കിട്ടിയില്ല. രാത്രി 3 മണിക്കാണ് അവിടെ റൂമിന് കിട്ടിയത്. അവിടെ ബസ്സിൽ കുറച്ചു നേരം നിന്ന്, കുറച്ചു നേരമില്ല മണിക്കൂറോളം നിന്ന്, അവിടെ തണുപ്പത്ത് പുറത്ത് നിന്ന്, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ 3 മണിക്കാണ് റൂമൊക്കെ കിട്ടിയത്. ഇന്ന് രാവിലെയും ഇതുപോലെ തന്നെ വാഹനമൊന്നും ഇല്ലാതെ ഓട്ടോയിലും ടാക്സിയിലും വന്നല്ലേ? അങ്ങനെ ടാക്സിയൊക്കെ പിടിച്ചിട്ട് അവിടെ എത്തിയത്. ഫുള്ള് ഒന്നും എന്താ പറയുക, റെക്കമെൻഡേഷൻ അങ്ങനെ ഒന്നും ഇല്ലേനി, ഫുള്ള് കഷ്ടേനി. സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നിയോഗിച്ചിരുന്നു. സംസ്ഥാനങ്ങളിൽ വരുന്ന കായിക താരങ്ങളെ അവരെ കൃത്യമായ അക്കോമഡേഷൻ എല്ലാം തന്നെ വേണ്ടിയിരുന്നു. പക്ഷേ ഇത്തവണ അത്തരമൊരു നടപടിയൊന്നും തന്നെ ഈ നാഷണൽ സ്കൂൾ ഗെയിംസിന്റെ സംഘാടകരുടെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇത്തരമൊരു കടുത്ത അവഗണന നേരിടാൻ ഇടയാക്കിയത്. എന്തായാലും ഇപ്പോൾ കായിക താരങ്ങളെ തന്നെ മത്സരിക്കാൻ പോവുകയാണ്. ഈ മാസം 23 വരെ ഈ കായിക താരങ്ങളുടെ മത്സരമുണ്ട്. പക്ഷേ അപ്പോഴും വലിയ ആശങ്ക, ഈ വിശ്രമമൊന്നും ഇല്ലാതെ എങ്ങനെ മത്സരിക്കാൻ കാഴ്ചവെക്കും, അല്ലെങ്കിൽ മത്സര പ്രകടനത്തെ എങ്ങനെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഡൽഹിയിലെത്തിയ കായിക താരങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു അവഗണന നേരിട്ടത്. നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയ യാത്രയിൽ തന്നെ പല കായിക താരങ്ങളും ഒരു സീറ്റിൽ 2 പേർ എന്ന നിലയിലാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ അതെല്ലാം തന്നെ അവർ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോഴാണ് അതിനേക്കാൾ വലിയ ഒരു ദുരിതം അവർ അനുഭവിച്ചത്. വലിയ സങ്കടം ഈ കായിക താരങ്ങൾ അടക്കം പങ്കുവച്ചൊരു സാഹചര്യമുണ്ട്. ക്രിസ്റ്റീന, ശരി. ഡൽഹിയിൽ എത്തിയ കേരള താരങ്ങളോട് അവഗണന, വിവിധ പ്രശ്നങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കായിക താരങ്ങൾ. വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്. കെ ഇസ്മായിലിന്റെ പ്രതികരണത്തോടുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. മറുപടി എന്ന് പറയാനാവില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് ബിനോയ് വിശ്വം എംപിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. 24-നോടാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി നേതാക്കൾക്ക് സംഘടനാ കാര്യങ്ങൾ എവിടെ എങ്ങനെ പറയണമെന്നറിയാം, അത്രയും അനുഭവ സമ്പത്തുള്ളവരാണ് പാർട്ടി നേതാക്കൾ. സഖാവ് കെ ഇസ്മായിൽ അങ്ങനെ പറഞ്ഞെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഇതോടൊപ്പം തന്നെ ഒരു കോവിഡ് മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. കോഴിക്കോടാണ് സംഭവിച്ചത്. ഇതടക്കമുള്ള വാർത്തകളുണ്ട് ഇടവേളയ്ക്ക് ശേഷം. കണ്ണൂരിന് പുറമെ കോഴിക്കോട്ടും കോവിഡ് മരണം. വട്ടോളി കളിയാട്ട് പറമ്പത്ത് കുമാരനാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയ്ക്കാണ് മരണം. വിശദാംശങ്ങളുമായി മിഥില ബാലൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. മിഥില, ലോകത്ത് പല ഭാഗത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് ഉണ്ട്. അത് ഒരു വ്യാപനമെന്ന രീതിയിൽ തന്നെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കണ്ണൂരിന് പുറമെ ഇപ്പോൾ കോഴിക്കോടും ഒരു മരണം കോവിഡ് കൊണ്ടാണെന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കോവിഡ് മരണം എന്ന സ്ഥിരീകരണം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ മരണം സംഭവിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കളിയാട്ട് പറമ്പത്ത് കുമാരൻ, 74 വയസ്സുള്ള ഇയാളാണ് മരിച്ചത്. ശ്വാസമുട്ടലിനെ തുടർന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് മരിക്കുന്നു. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു തന്നെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തിയതെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ കുമാരന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ കുമാരന്റെ ബന്ധുക്കൾക്കാർക്കും തന്നെ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധനാ ഫലം എല്ലാം നെഗറ്റീവാണ്. കുമാരനൊപ്പം ആശുപത്രിയിൽ നിന്ന്
ആളുകളുടെ ബന്ധുക്കളുടെ എല്ലാം ശ്രമം എടുത്ത് പരിശോധന നടത്തി. എന്നാൽ ഈ പരിശോധനയിലെല്ലാം തന്നെ നെഗറ്റീവാണ് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു പ്രദേശത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതേസമയം തന്നെ ജാഗ്രത കൈവിടരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നവകേരള ബസിന് കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ഗൺമാനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. തനിക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതിയാണ് അംഗരക്ഷകർ ഇടപെട്ടത്. ചാടി വീണ ആളെ തള്ളി മാറ്റുന്നത് കണ്ടിരുന്നു. യൂണിഫോമിലുള്ള പോലീസുകാർ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ പ്രതിഷേധക്കാരുടെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങ് വരികയാണ്. അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത്. അയാളെ തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത്. അയാൾ തള്ളി മാറ്റുന്നുണ്ട്. അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത്. അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി വിജയൻ ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എല്ലാവരെയും തല്ലി ഒതുക്കി ഭരിക്കാമെന്ന തോന്നൽ വേണ്ട. അധികാരത്തിന്റെ ധാർഷ്ട്യത്താൽ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി. കൂടെയുള്ള മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് മരുന്നെടുത്തു കൊടുക്കാൻ മറക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ എസ്കോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത്. 2 കുട്ടികളെയാണ്, 2 വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരെ ആക്രമിച്ചത്. മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുനടക്കുകയാണ്. പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടുനടക്കുന്നത്. സമനില തെറ്റി എന്ന് മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ്. അതിനിടെ അംഗപരിമിതനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടത്തിലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു. നവകേരള സദസ് വോളണ്ടിയർ ടീഷർട്ട് അണിഞ്ഞവരാണ് മർദ്ദിച്ചത്. 2 കാലുമില്ലാത്തയാളെയാണ് ചവിട്ടിയത്. ബസിനെതിരെ കരിങ്കൊടി കാണിച്ച അജിമോൻ കണ്ടത്തലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുകയാണ് ആലപ്പുഴ നിന്ന്. മനീഷ്, ഈ നവകേരള സദസ്സ് തുടങ്ങിയ വിവാദങ്ങളാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രി പറയുന്നു തന്റെ സുരക്ഷ അത് കർത്തവ്യ നിർവഹണമാണ് അംഗരക്ഷകനായ വ്യക്തി ചെയ്തത്, അതിനപ്പുറമായി ഒന്നുമില്ല എന്ന് പറയുന്നു. മറുവശത്ത് ജനാധിപത്യമായ രീതിയിൽ പ്രതിഷേധിക്കാൻ തങ്ങൾക്ക് അവകാശമില്ലേ എന്ന ചോദ്യവുമായി യൂത്ത് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് ഒരു പടി കൂടി കടന്ന് സാഡിസ്റ്റ് മനസ്സുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് സമയത്തിന് മരുന്ന് കൊടുക്കണമെന്ന ഉപദേശം വരെ നൽകുന്നു. മറ്റൊരിടത്ത് അംഗപരിമിതനായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇതിന്റെ വോളണ്ടിയർമാരെന്ന് ആ ഒരു ടീഷർട്ട് ധരിച്ചവരെ ആക്രമിക്കുന്നു. ഈ അംഗപരിമിതൻ എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഷേധവും പരിമിതമായിരിക്കില്ല എന്ന ചോദ്യമൊക്കെ ഉയരുന്നു. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, നിലവിൽ വലിയ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും എല്ലാ ജില്ലകളിലും ഉണ്ടാകുന്നതാണ്. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് തന്നെ ആ പ്രതിഷേധങ്ങളുടെ സ്വഭാവം, അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെ സ്വഭാവം വേറൊരു രീതിയിലാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നാണെങ്കിൽ രംഗത്ത് വന്ന് തൻ്റെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അംഗരക്ഷകർ ആ രീതിയിൽ പെരുമാറുന്നത്. ഒപ്പം തന്നെ സ്ഥിരമായി മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് പോലെ തന്നെ അവർക്ക് അപകടമുണ്ടാകും, അതായത് ബസിന്റെ മുന്നിൽ ചാടി അപകടം ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായതടക്കമുള്ള നടപടികളിൽ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് മാറ്റി നിർത്തിയ ആളുകളെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ എത്തിയ വാഹന വ്യൂഹത്തിൽ നിന്നും ഇറങ്ങി വന്ന അനിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ പിന്നീട് ലാത്തിയുമായി ഇറങ്ങി വന്ന് ക്രൂരമായി മർദ്ദിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിൽ അതിക്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോഴും നിലവിൽ മാവേലിക്കര മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പര്യടനം
കടക്കുകയാണ്. അപ്പോഴും പ്രതിഷേധത്തിന് അയവില്ല, അപ്പോൾ തന്നെ അതിക്രമത്തിനും അയവില്ലാത്ത സാഹചര്യം. നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്ന യൂത്ത് കോൺഗ്രസ് അംഗപരിമിതനായിട്ടുള്ള വികലാംഗനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിനെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ട് അടക്കമുള്ള ആളുകൾ കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പിന്നീട് അവിടെ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ഏകദേശം 17ഓളം പേര്, അതായത് അരിത ബാബു അടക്കമുള്ള 17ഓളം പേര് രാവിലെ തന്നെ കായംകുളം പോലീസ് കരുതൽ തടങ്കലിലെടുത്തിരുന്നു. അത്തരത്തിൽ കരുതൽ തടങ്കലിലെടുത്ത ആളുകളെയൊക്കെ തന്നെ കായംകുളത്തെ പരിപാടി കഴിഞ്ഞ ശേഷം എന്താണെങ്കിലും അവരെയൊക്കെ തന്നെ കരുതൽ തടങ്കലിൽ നിന്ന് വിട്ടയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും, അതായത് മാവേലിക്കരയാണ് അടുത്ത വേദി. മാവേലിക്കരയിൽ വലിയ നേരത്തെ വിവാദമായിരുന്നു. മാവേലിക്കരയിലെ ബോയ്സ് സ്കൂളിൻ്റെ മതിൽ പൊളിച്ചത് സംബന്ധിച്ച് വിവാദമായിരുന്നു നേരത്തെ. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അതിക്രമങ്ങളും മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ്. ഈ രീതിയിൽ തന്നെ, അതായത് നിലവിൽ ഈ അനിൽ കല്ലിയൂരിനെതിരെ വലിയ പരാതികൾ പോയിട്ടുണ്ട് ഗവൺമെന്റിനെതിരെ. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കടക്കം നിരവധി ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് ഈ രീതിയിലുള്ള പെരുമാറ്റമാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരുടെ ചിത്രങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രചാരണം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ക്രിമിനൽ ഉദ്യോഗസ്ഥർ എന്ന വിശേഷണത്തോടെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള പ്രചാരണം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ ക്രിമിനൽ ഹെഡെന്നും പ്രചാരണത്തിലുണ്ട്. വിവരങ്ങളുമായി അരുൺരാജ് ചേരുകയാണ്. അരുൺരാജ്, ഇത് മുഖ്യമന്ത്രിയുടെ ഗൺമാനല്ല, ഇത് ക്രിമിനൽ ഹെഡാണ്. ഇവർ ചെയ്യുന്നതെല്ലാം ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന രീതിയിലുള്ള പ്രചാരണം. മാത്രവുമല്ല, അതൊരു വേറിട്ട രീതിയിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണല്ലോ, ഫോട്ടോ പതിച്ചുള്ള ഒരു പ്രചാരണമാണല്ലോ. എവിടെയാണ് ഇത് കാണുന്നത്? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, ഇന്നലെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷയുടെ ഭാഗത്ത് പ്രതിരോധമുണ്ടായിരുന്നു. ആ പ്രതിരോധമാണ്, അല്ലെങ്കിൽ അക്രമം ഉണ്ടായിരുന്നു. ആ അക്രമത്തെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് ഒരു സ്റ്റേറ്റ് ക്യാമ്പയിനായി തന്നെ കൊണ്ടുപോകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പേജിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പേരിലുമാണ് ഇപ്പോൾ ഇത്തരം പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ കല്ലിയൂർ ഈ ക്രിമിനൽ സംഘത്തെ, മുഖ്യമന്ത്രിയുടെ ക്രിമിനൽ സംഘത്തിന്റെ ഹെഡാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന പോസ്റ്റിൽ കൃത്യമായി പറയുന്നത്. മറ്റൊന്ന്, ഇന്നലെ മർദ്ദിച്ച ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ മറ്റൊരു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അയാൾ ക്രിമിനൽ നമ്പർ 1 എന്നും തുടർന്നുള്ളവരുടെ ലിസ്റ്റുകൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് വിടും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സംസ്ഥാന പേജിൽ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു സുരക്ഷയുടെ കാര്യത്തിൽ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ അക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ കടുത്ത രീതിയിലുള്ള പ്രതിഷേധവും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇവർക്കെതിരെ പോസ്റ്റുകളുമായി ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ കൂടി, ഈ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കെതിരെ കൂടി ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന സൂചനയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഈ പോസ്റ്റിലൂടെ നൽകുന്നത്. ശരി, അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, കേരളത്തിനോട് വിവേചനം കാട്ടുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ കേരളത്തോട് വിവേചനം കാട്ടുന്നു, കേരളത്തിന് ലഭിക്കാനുള്ളത് ലഭിക്കുന്നില്ല, അതാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് കേരളത്തിലെ ഭരണപക്ഷവും ഒരു പരിധിവരെ ഇതിനോട് യോജിക്കുകയായിരുന്നു. UDF MPമാരും പലതരത്തിൽ പല പരാതികളും ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി തന്നെ ഇതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ്. കേരളത്തോട് ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് കേരളത്തോട് യാതൊരു വിവേചനവും കാട്ടരുതെന്നാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതത് സമയത്ത് കൃത്യമായി എല്ലാ വിഹിതവും നൽകുന്നുണ്ട്. മറിച്ചുള്ള ആരോപണങ്ങൾ അത് രേഖകൾ നിരത്തി പൊളിക്കാൻ സാധിക്കും. ഇവിടെ കണക്കുകളും ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ജൽജീവൻ മിഷനിൽ 2.25 ലക്ഷം വീടുകൾ, PM ആവാസ് യോജനയിൽ 5408 വീടുകൾ, ജൻധനിലെ 8.5 ലക്ഷം അക്കൗണ്ടുകൾ, ഇങ്ങനെ ഒരു അക്കമിട്ട് നിരത്തി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ധനമന്ത്രി ഇപ്പോൾ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, കണ്ണൂർ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പ്രതികൾക്ക് സ്വീകരണം. ജാമ്യത്തിലിറങ്ങിയ DYFI പ്രവർത്തകർക്ക് CPIM മാടായി ഏരിയ കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. വിവരങ്ങളുമായി സജോ ദേവസി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സജോ, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഈ നേതാക്കൾ അകത്താകുന്നു. തിരിച്ചു വരുന്നവർക്ക് സ്വീകരണം നൽകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് DYFI നൽകാൻ ശ്രമിക്കുന്നത്?
ക്രിസ്റ്റീന, കണ്ണൂരിലെ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് കഴിഞ്ഞ മടങ്ങും വഴിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായാണ് CPIM DYFI പ്രവർത്തകർ നേരിട്ടത്. ചെടിച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ ഉപയോഗിച്ച് അടിച്ച് അതിക്രൂരമായി പരിക്കേൽപ്പിച്ച ആ കേസിൽ പ്രതികൾ ആയിരുന്നു ഈ DYFI പ്രവർത്തകർ. അവർ അറസ്റ്റിലായി, പിന്നീട് ജയിലിലായിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. DYFI പ്രവർത്തകരായ P ജിതിൻ, K റമീസ്, GK അനുവിന്ദ്, അമൽ ബാബു എന്നിവരാണ് പുറത്തിറങ്ങിയ ഈ DYFI പ്രവർത്തകർക്ക്, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിച്ച, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഈ DYFI പ്രവർത്തകർക്ക് മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. കല്യാശ്ശേരി MLA M വിജിനാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക നേതാക്കളെല്ലാം പങ്കെടുത്ത് വിപുലമായ സ്വീകരണ പരിപാടി ഒരുക്കി. തങ്ങൾ ഗാന്ധി ശിഷ്യന്മാരല്ല എന്ന മട്ടിലുള്ള പ്രതികരണമൊക്കെ ഈ പരിപാടിയിൽ, ഈ സ്വീകരണ പരിപാടിയുടെ ഭാഗമായി സംസാരിച്ച M വിജിൻ MLA അടക്കം പറയുന്നതും കേട്ടു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം, പക്ഷേ അതൊരു അതിക്രൂരമായ ആക്രമണമായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ഈ ക്രൂരമായ ആക്രമണത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോഴും അവർ വിശ്രമത്തിലാണ്. അവർക്ക് പൂർണ്ണമായും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തിൽ വലിയ വിപുലമായ സ്വീകരണ പരിപാടി, DYFI പ്രവർത്തകരാണ് ഇവർ. ഒരുപക്ഷെ DYFI അല്ല ഈ സ്വീകരണ പരിപാടി ഒരുക്കുന്നത്, അതിൽ കവിഞ്ഞ് CPIMന്റെ ഒരു ഏരിയ കമ്മിറ്റി തന്നെ വിപുലമായ സ്വീകരണ പരിപാടി ഒരുക്കുന്നു. നഗരത്തിൽ തന്നെ ജയിലിന് പുറത്താദ്യം രക്തഹാരമൊക്കെ അണിയിച്ച് സ്വീകരണം ഒരുക്കുന്നു. പിന്നീട് അതൊരു പരിപാടിയായി സംഘടിപ്പിക്കുന്നു, വലിയ ആളുകളെയൊക്കെ പങ്കെടുപ്പിക്കുന്നു. അങ്ങനെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നു. പലപ്പോഴും സംസ്ഥാനത്ത് മുഴുവൻ ഇന്നും കായംകുളത്തടക്കം വലിയ തോതിൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിന് പിന്നാലെ DYFIയുടെ പ്രത്യേക ആക്രമണം, അവരുടെ സ്ക്വാഡിന്റെ ആക്രമണമൊക്കെ ഉണ്ടായി. അത്തരം കാര്യങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അത് സംബന്ധിച്ച രാഷ്ട്രീയ പ്രതികരണങ്ങൾ, വിമർശനങ്ങളൊക്കെ സജീവമായി ഒരു വശത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയും ഇത്തരം ക്രൂരമായ അതിക്രമങ്ങൾ നടത്തിയ ആളുകൾക്ക് വലിയ സ്വീകരണം ഒരുക്കുന്നു. എന്ത് സന്ദേശമാണ് ഇതുവഴി CPIM നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കോൺഗ്രസ് പറയുന്നത് ഇങ്ങനെ അക്രമികൾക്ക് സ്വീകരണം നൽകി അക്രമികൾക്ക് പ്രോത്സാഹനം നൽകുന്ന പണിയും CPIM ചെയ്യുന്നു എന്ന വിമർശനം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴും പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ വലിയ സ്വീകരണ പരിപാടി ഒരുക്കുന്നുണ്ട്. അതിനെ ഇപ്പോഴും DYFIയും CPIMും ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സജോ ദേവസ്യ. ഗവർണർ വിഷയത്തിൽ ഗവർണർ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ വൈകുന്നേരം ചടങ്ങിൽ പങ്കെടുക്കാനെത്തുകയാണ്. ഗവർണറുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി V മുരളീധരൻ വ്യക്തമാക്കുന്നത്. ജനങ്ങൾ ഗവർണറുടെ സുരക്ഷയ്ക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രി PM മുഹമ്മദ് റിയാസിനും വലിയ വിമർശനം കൂടി മന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അമ്മായിയച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രിയായ ആളല്ല താൻ. ശബരിമലയിൽ നൽകിയ 95 കോടി രൂപ എന്ത് ചെയ്യണമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് ആദ്യം വ്യക്തമാക്കണം. റിയാസും അമ്മായിയച്ഛനും ചെയ്യുന്ന വികസനം കാരണം ജനങ്ങൾക്ക് തെരുവിലിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങൾ കൂടി കേന്ദ്രമന്ത്രി ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രേക്ഷകരിൽ പലരും യൂട്യൂബ് കമന്റുകളിലൂടെ കുവൈത്ത് അമീർ അന്തരിച്ചുവെന്ന വാർത്ത പങ്കുവച്ചിരുന്നു. ആ വാർത്ത വരുന്നുണ്ട്. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാസ് അൽ അഹമ്മദ് ജാബിൻ അൽ സബാഹ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അല്പസമയം മുമ്പ് അമീരി ദിവാനി കാര്യാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈത്തിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തെ അവധിയായിരിക്കുമെന്ന വാർത്തയും അവിടെ നിന്ന് വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. CPIയിൽ പിന്തുടർച്ചാവകാശമില്ലെന്ന മുതിർന്ന നേതാവ് KE ഇസ്മയിൽ. കാനം രാജേന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറിയാക്കാനുള്ള തീരുമാനത്തോടാണ് പ്രതികരണം. കാനം രാജേന്ദ്രന്റെ കത്ത് കണ്ടിട്ടില്ല. ഭരണഘടനാനുസൃതമായാണ് പാർട്ടി പ്രവർത്തിക്കേണ്ടത്. താൽക്കാലിക സെക്രട്ടറിയുടെ അടിയന്തര ആവശ്യമുള്ളതായി തോന്നുന്നില്ലെന്നും KE ഇസ്മയിൽ പ്രതികരിച്ചു. ചില സഖാക്കൾ ഇത്ര തിരക്ക് പിടിച്ച് കമ്മിറ്റി കൂടേണ്ടതുണ്ടോ, ഇങ്ങനൊരു താൽക്കാലിക സെക്രട്ടറി എടുക്കേണ്ടതുണ്ടോ എന്ന ആശങ്ക ചില സഖാക്കളവിടെ പുറപ്പെടുവിച്ചു എന്ന് പത്രങ്ങളിലും ചാനലുകളിലും കാണാനിടയായതിനെ തുടർന്നാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ഇല്ലാതാകുമ്പോൾ അത് തിരഞ്ഞെടുക്കേണ്ട ബാധ്യത സംസ്ഥാന കമ്മിറ്റിക്കാണ്. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഉപരി കമ്മിറ്റിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവരൊരു നിർദ്ദേശം അവതരിപ്പിക്കാൻ എണ്ണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം. അതൊന്നുമില്ലാതെ തിരക്ക് പിടിച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് എന്നതായിരിക്കും ഒരുപക്ഷേ സഖാക്കൾ ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. അതേസമയം പാർട്ടി നേതാക്കൾക്ക് സംഘടനാ കാര്യങ്ങൾ എവിടെ പറയണമെന്ന് അറിയാമെന്ന് ബിനോയ് വിശ്വം MP 24നോട്. അത്രയും അനുഭവ സമ്പത്തുള്ളവരാണ് പാർട്ടി നേതാക്കൾ. സെക്രട്ടറിയുടെ ചുമതല നൽകിയതിനെക്കുറിച്ച് KE ഇസ്മയിൽ വിയോജിപ്പ് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, CPIയിൽ അങ്ങനെ ഒരു പിന്തുടർച്ചാവകാശമില്ല. കാനത്തിന്റെ കത്ത്
നടത്തുന്നതിനോട് ബന്ധപ്പെട്ട് ഒരു പരോക്ഷ വിമർശനമാണ് കെ ഇസ്മയിൽ ഉന്നയിച്ചത്. അത് ഇനിയിപ്പോൾ ഒരു താൽക്കാലിക പദവി എന്നതിൽ ഉപരിയായി സ്ഥിരമാക്കുന്ന ബിനോയ് വിശ്വത്തെ സ്ഥിരമാക്കുന്ന ഒരു ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അതിൽ വിയോജിപ്പുണ്ടാകും എന്നതിന്റെ ഒരു സൂചന കൂടി നമുക്കിത് കണക്കാക്കാമല്ലോ. മറ്റൊന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണ്. എവിടെ എങ്ങനെ പറയണമെന്ന് പാർട്ടി നേതാക്കൾക്ക് അറിയാമെന്ന പ്രതികരണമാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ക്രിസ്റ്റീന, ബിനോയ് വിശ്വത്തിന്റെ സെക്രട്ടറി സ്ഥാനം സംബന്ധിച്ച് ദേശീയ നേതൃത്വം CPI ദേശീയ നേതൃത്വം തന്നെ നൽകുന്ന വിശദീകരണം കാനം രാജേന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക സെക്രട്ടറി ചുമതല ബിനോയ് വിശ്വത്തിന് നൽകിയത് എന്നതാണ്. എന്നാൽ ഈ ദേശീയ നേതൃത്വത്തിന്റെ തന്നെ ഈ തീരുമാനം ചോദ്യം ചെയ്യുകയാണ് കെ ഇസ്മയിൽ. പാർട്ടിയിൽ CPIയിൽ ഇത്തരത്തിലൊരു കീഴ്വഴക്കമില്ല, പിന്തുടർച്ച അവകാശം CPIയിൽ ഇല്ല എന്നുള്ള ഒരു അതിരൂക്ഷമായ തന്നെ ഒരു പ്രതികരണമാണ് കെ ഇസ്മയിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തിടുക്കപ്പെട്ട ഇത്തരത്തിൽ ഒരു പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം നിലവിൽ CPIയിൽ ഇല്ല. കാരണം ഇനി 28-ാം തീയതി സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. മാത്രമല്ല നിലവിൽ 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാർ CPIയിലുണ്ട്. ഒപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇത്തരത്തിലുള്ള ഭരണസമിതി അംഗങ്ങളൊക്കെ തന്നെ നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിടുക്കപ്പെട്ട തീരുമാനം എടുത്തത് എന്നതാണ് കെ ഇസ്മയിലിന്റെ ചോദ്യം. ഒപ്പം ഇന്നും നാളെയും ഭുവനേശ്വറിൽ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം നടക്കുകയാണ്. മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ അവരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മതിയായിരുന്നു ഈ തീരുമാനം എന്നതാണ് കെ ഇസ്മയിലിന്റെ പ്രതികരണം. മാത്രമല്ല 28-ാം തീയതി സംസ്ഥാന കൗൺസിൽ യോഗം ചേരുമ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു പേര് കൂടി ഉയർന്നേക്കാമെന്ന ഒരു സൂചനയും കെ ഇസ്മയിൽ ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ തന്നെ പരസ്പര ഭിന്നതയുണ്ടായാൽ അത് ഈ ബിനോയ് വിശ്വം തന്നെ ഇതാകുമോ, പാർട്ടി സെക്രട്ടറി ആകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് തീരുമാനം വരേണ്ടി വരും. ഇനി എന്തായാലും 28-ാം തീയതി ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗമാണ് ഏറ്റവും നിർണായകമായ യോഗത്തിൽ അന്തിമ അനുമതി അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം വരേണ്ടതുണ്ട്. എന്തായാലും ഈ തീരുമാനം വന്നതിന് ശേഷം അല്ലെങ്കിൽ കെ ഇസ്മയിലിന്റെ പ്രതികരണം വന്നതിന് ശേഷം ബിനോയ് വിശ്വത്തിന്റെയും പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ പറയണമെന്ന് എല്ലാ നേതാക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കെ ഇസ്മയിൽ ഇത്തരത്തിലൊരു പ്രതികരണം, ഒരു പ്രസ്താവന നടത്തുമെന്ന് താൻ കരുതുന്നില്ല. ഇതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. എന്തായാലും ഈ പാർട്ടി സെക്രട്ടറി നിയമനവുമായി ബന്ധപ്പെട്ട ഈ CPIയിൽ തന്നെ ചില ഭിന്നതകൾ ഉയരുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ക്രിസ്റ്റീന. ശരി, CPI താൽക്കാലിക സംസ്ഥാന സെക്രട്ടറി നിയമനവുമായി ബന്ധപ്പെട്ട അതൃപ്തിയുണ്ട് എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനാപകടത്തിന്റെ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് ഇടുക്കി വണ്ണപ്പുറം മുണ്ടൻമുടിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു, 15ഓളം പേർക്ക് പരിക്ക് എന്ന വാർത്തയാണ്. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് താഴ്ചയിലേക്ക് തെന്നി നീങ്ങുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല, അതൊരു ആശ്വാസ വാർത്തയാണ്. മറ്റൊരു അപകട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. 5 പേരുടെ മരണത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ വീണ്ടും വാഹനാപകടം. അരീക്കോട് ഭാഗത്തു നിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രികരുടെ പരിക്ക് ഗുരുതരമല്ല. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സമീർ, ഇന്നലത്തെ അപകടത്തിന്റെ സമയത്ത് തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അപകടത്തിനൊരു കാരണമായി എന്ന്. ഇന്ന് വീണ്ടും അതേ മേഖലയിൽ തന്നെ അപകടമുണ്ടാകുമ്പോൾ ഈ നാട്ടുകാരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, തീർച്ചയായും നാട്ടുകാരുടെ ആരോപണങ്ങൾക്ക് ബലം പകരുന്നതാണ് ഇന്നുണ്ടായിരിക്കുന്ന ഈ വാഹന അപകടം. ഇന്നലെ അപകടമുണ്ടായി 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവ സ്ഥലമായ ചെട്ടിയങ്ങാടിയിൽ നിന്നും 250 മീറ്റർ മാത്രം അകലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:45 കൂടി വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അരീക്കോട് ഭാഗത്ത് നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൊയോട്ട ഇത്തിയോസ് കാറാണ് നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് പാഞ്ഞു കയറുകയും അവിടെ ഉണ്ടായിരുന്ന ഡിവൈഡറിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വാഹനം ഓടിച്ചിരുന്ന ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ മഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഈ റോഡിലൂടെ പലപ്പോഴും ഈ വേഗത നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തതാണ് ഈ അപകടം വരുത്തി വെക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. അതിന് ഫലം പകരുന്നതാണ് ഇന്നുണ്ടായിരിക്കുന്ന ഈ വീണ്ടുമുള്ള ഈ അപകടം. ക്രിസ്റ്റീന. ശരി, മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം. കൊടൈക്കനാലിൽ ലഹരി വിൽപ്പനയ്ക്കിടെ 7 മലയാളി യുവാക്കൾ പിടിയിൽ. സംഘത്തിൽ നിന്ന് കഞ്ചാവ്,
മയക്കുകൂൺ, മെത്താംഫെറ്റമിൻ എന്നിവ പിടിച്ചെടുത്തു. പിടിയിലായ തിരുവനന്തപുരം സ്വദേശികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഈ ലഹരി വിൽപ്പന, അതിൻ്റെ ഉപയോഗമൊക്കെ വ്യാപകമാകുന്നു, അതിൻ്റെ കണക്കുകളൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് ഈ 7 മലയാളി യുവാക്കൾ, അതിൽ ഏറ്റവും വിഷമകരമായ കാര്യം ഒരാൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് എന്നുള്ളതാണ്. അതും സിന്തറ്റിക് ഡ്രഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഈ കൊടൈക്കനാലിൽ സഞ്ചാരികൾക്കായി ഒരു കോട്ടേജ് നടത്തുകയാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കോട്ടേജ് എടുത്ത് അവിടെ തന്നെ താമസിക്കുകയുമാണ്. അവിടെ എത്തുന്ന സഞ്ചാരികൾക്കായാണ് ഈ മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ കോട്ടേജ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മയക്കുമരുന്ന് വിൽപ്പന വ്യാപകമാണെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് കണ്ടെടുത്ത കാര്യങ്ങൾ 800 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്, 2 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തിട്ടുണ്ട്, മാത്രമല്ല 50 ഗ്രാം ഈ പറഞ്ഞ മാജിക് മഷ്റൂം എന്ന് പറയുന്ന മയക്ക് കൂൺ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെത്താംഫെറ്റമിൻ, അങ്ങനെ ഈ പറഞ്ഞ ഡ്രഗുകളെല്ലാം തന്നെ ഇവരുടെ കൈവശത്ത് നിന്നും പിടികൂടിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം സ്വദേശികളാണ് അറസ്റ്റിലായിട്ടുള്ള എല്ലാവരും. അനീസ് ഖാൻ, ആൻസ് ജോസ്, ജെയ്സൺ, ഡൊമിനിക് പീറ്റർ, അഖിൽ ഫെർണാണ്ടസ്, ജോൺ എന്നിവരുൾപ്പെടെയാണ് 7 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിലൊരാൾക്ക് പ്രായപൂർത്തിയായിട്ടുമില്ല. അങ്ങനെയാണ്. എന്തായാലും ഈ നമുക്കറിയാം, കോയമ്പത്തൂർ കൊടൈക്കനാൽ കേന്ദ്രീകരിച്ച് മാജിക് മഷ്റൂമിൻ്റെ ഒക്കെ വലിയ തോതിലുള്ള വിൽപ്പന വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഇവിടെ പോലീസ് റെയ്ഡുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ വിധത്തിലുള്ള ഡ്രഗ്സും ഒരേ സ്ഥലത്ത് എത്തിച്ചുകൊണ്ടാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് അത് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് എന്തായാലും പരിശോധിച്ച് വരുന്നുണ്ട്. ഈ പിടിയിലായ ആളുകളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് വരികയുമാണ്. എന്തായാലും ഈ പറഞ്ഞ പിടിയിലായ പ്രതികളെ സംബന്ധിച്ച് മറ്റ് നിയമ നടപടികൾക്ക് ശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൃഷ്ണ. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുൻപ് പറഞ്ഞ വാർത്തയിലേക്ക് തന്നെയാണ്. കുവൈത്ത് അമീർ ഷെയ്ഖ് നവാസ് അൽ അഹമ്മദ് ജാബിർ അൽ സബാഹ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 3 ദിവസം അവധിയായിരിക്കും. കഴിഞ്ഞ മാസം ആരോഗ്യപരമായ ചില അടിയന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2020 സെപ്റ്റംബറിലാണ് അദ്ദേഹം കുവൈത്ത് അമീർ എന്ന് പറയുന്ന ആ പദവിയിലേക്ക് എത്തിയത്. ഇപ്പോൾ രാജ്യത്ത് 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുവൈത്ത് അമീർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അല്പസമയം മുൻപാണ് കുവൈത്തിലെ റോയൽ കോർട്ട് ഔദ്യോഗിക ടെലിവിഷനിലൂടെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ലോകത്തെ അറിയിച്ചത്. ഇങ്ങനെയാണ് മരണവാർത്ത ലോകത്തെ അറിയിച്ചത്. വിത്ത് ഗ്രേറ്റ് സാഡ്നെസ് ആൻഡ് സോറോ വി മോൺ ദ ഡെത്ത് ഓഫ് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹ് അമീർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കുവൈത്ത് എന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ മരണവിവരം ലോകത്തെ അറിയിച്ചത്. വിശദാംശങ്ങളുമായി കുവൈത്തിൽ നിന്ന് ഗിരീഷ് ഒറ്റപ്പാലം ചേരുകയാണ്. ഗിരീഷ്, കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ സംഭവിച്ചിരുന്നു. ഇപ്പോൾ മരണവാർത്തയും വരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത അമീർ ദിവാൻ കാര്യാലയം ഔദ്യോഗികമായി ടെലിവിഷൻ വഴി രാജ്യത്തെ അറിയിച്ചത്. നവംബർ 29 ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തെ അവധിയും അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 29 2020 സെപ്റ്റംബർ 29 കുവൈറ്റിന്റെ 16ാമത്തെ ഭരണാധികാരിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഈ വരും ദിവസങ്ങളിലെ ചടങ്ങുകൾ, ഖബറടക്കം എന്നീ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന.